Praise the Lord. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിന്നുള്ളവർക്ക് കൂടി ഒന്നും കയറിയിരിക്കാം. പിന്നിൽ വരാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ അവർ പിന്നിൽ വന്നിരിക്കട്ടെ. നമ്മൾ മുന്നിൽ അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ആ ചേച്ചിക്കൊന്നും ഇങ്ങനെ വന്നിരിക്കുകയായിരിക്കട്ടെ നല്ലത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം തരുന്നൊരു സമയമാണത്. നമ്മുടെ ഇടവകയിലുള്ള ഏകദേശം 1100 കുടുംബങ്ങളിൽ നിന്നും ഏതാനും പേര് മാത്രമാണ് കർത്താവ് തിരഞ്ഞെടുത്ത് വിളിക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഒരുപക്ഷെ നമ്മുടെ നാട് മുഴുവൻ ആഘോഷങ്ങളുടെ തിമർപ്പിലായിരിക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ആൾക്കാരെ കുറവൊക്കെ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഈ ലോകത്തിൽ നടക്കുന്ന ആഘോഷങ്ങളെക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കുള്ളൊരു സന്തോഷവും സമാധാനമൊക്കെ ദൈവം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകും. നിങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും ആ ഒരു സന്തോഷം മറ്റാർക്കും കിട്ടാത്തൊരു സന്തോഷം നമുക്ക് ലോകത്തിൽ നിന്നൊരു പക്ഷേ സന്തോഷം കിട്ടിയെന്ന് വരാം. ആഘോഷങ്ങളുടെ ആഘോഷത്തിൽ കിട്ടുന്ന വെറും നൈമിഷികമായ സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സ്വീകരിച്ചിട്ട് വേണം നമുക്കൊന്ന് കടന്നു പോകാനായിട്ട്. ഇന്ന് നമ്മോട് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന ജെസ്സി കാട്ടുകാരൻ ചേച്ചി, നിങ്ങളെ ഒരുപക്ഷെ പലർക്കൊക്കെ അറിയാം. സണ്ണി കാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. എപ്പോഴും യൂട്യൂബിൽ ഇതിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തിരിക്കുന്ന ആ സഹോദരന്റെ സഹോദരിയാണ്. വരാറുണ്ട്, ശുശ്രൂഷയൊക്കെ പോകാറുണ്ട് ചേച്ചി. അപ്പം നമ്മുടെ ഇന്ന് നമ്മുടെ അവിടെ എനിക്ക് അവിടെ എന്നാലുണ്ട് പിന്നെ വന്നിട്ടെന്ന് തോന്നുന്നില്ല, വന്നിട്ടുണ്ട് ചേച്ചി. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മറ്റം ഇടവകയുടെ പേരില്, നമ്മുടെ മോറിയ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരില് ചേച്ചിയെ നമുക്ക് കൈകളടിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടൻ മുന്നേ അവിടെ വന്നതാണ്. കഴിഞ്ഞ 12 മാസം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ വിൻസെന്റ് ചേട്ടനെയും നമുക്ക് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് കൈകളടിച്ചു. സുഖാണോ? ആണോ? കണ്ടാലറിയാം, എല്ലാവരും ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. സന്തോഷമോ? അതിനും സന്തോഷം. എന്നെ അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെ? ഞാൻ കുറേ വർഷം മുൻപ് ഇവിടെ സ്ഥിരം പോലെ വന്നിരുന്നു. മിക്ക സമയത്തും അനുഗ്രഹിക്കപ്പെട്ടൊരു വലിയ ഇടമാണ്. അതിനിടയിൽ നിന്ന് ഒത്തിരി ശുശ്രൂഷകർ വളരണം, സുവിശേഷ പ്രഘോഷകരുണ്ടാകണം, പാട്ടുകാരുണ്ടാകണം. ഞങ്ങളൊക്കെ എല്ലാ മാസവും ആപാധ്യാന കേന്ദ്രത്തിൽ കണ്ടുമുട്ടുന്നതാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് വിളിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്.
കർത്താവ് വിളിക്കാതെ കർത്താവിൻ്റെ അരികിലായിരിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കാൻ, എല്ലാ വേദനകളും ഏറ്റെടുക്കാൻ, കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകൾ ഏറ്റെടുക്കാൻ, ആവശ്യങ്ങൾ ഏറ്റെടുക്കാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും അതിനെ അതിജീവിക്കാനുള്ള ശക്തി തരാൻ, രോഗാവസ്ഥകളിലേക്കെല്ലാം കടന്നു വന്ന് സുഖപ്പെടുത്താൻ കഴിയുന്ന നല്ലൊരു ദൈവം, ആ കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫോണുണ്ട്, നമുക്ക് ഫോൺ വിളിച്ച് നമുക്ക് പരിചയമുള്ളവരോടൊക്കെ ഒന്ന് വരാൻ പറയാം. കാരണം ഒരാള് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പാപിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന വ്യക്തിക്കാണ് വലിയ അനുഗ്രഹം കിട്ടുക. ആൾക്ക് സ്വർഗം കിട്ടും. വേണോ സ്വർഗം? വേണോ? അല്ലെങ്കിൽ ഒക്കെ നരകത്തിൽ പോവും. ഇത്രയും നാൾ കേട്ട വചനമൊന്നും കാര്യം ഉണ്ടാവില്ല. നമ്മള് മരിക്കുന്നവരെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. മക്കൾക്ക് വേണ്ടി ഒന്നും ജീവിക്കണ്ട കേട്ടോ. ഇനി മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്താ നേടിയ വല്ലതും? മക്കൾ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകും. വീട്ടിലാരും ഉണ്ടാവില്ല. എനിക്കുണ്ട് 3 ആണും 3 പെണ്ണും. ഈ 6 പേരിൽ ഏതെങ്കിലും ഒരു കൊച്ച് അംഗവൈകല്യമുള്ള കൊച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധി കുറഞ്ഞൊരു കൊച്ചായിരുന്നെങ്കിൽ ആ കൊച്ചിനെ എനിക്ക് കിട്ടിയേനെ. ആ മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തടാന്ന് പറയുമ്പോ വെള്ളം എടുത്ത് തരാൻ എൻ്റെ കൂടെ ഉണ്ടായാനെ. ഇവരൊക്കെ വലിയ ബുദ്ധിയുള്ളവര്, അറിവുള്ളവര്, കഴിവുള്ളവര്, പഠിപ്പുള്ളവര്, ജോലിക്കാരൊക്കെ ആയപ്പോ അവിടെ ഇവിടേക്ക് പോയി. ഇപ്പൊ അമ്മേനെ നോക്കാൻ ആരുമില്ല, അപ്പനെ നോക്കാൻ ആരുമില്ല. അപ്പനെ കിട്ടുപോകുമ്പോ അമ്മ കിട്ടുപോകും. കാരണം ഒരേ സ്ഥലത്തേക്ക് പോണെന്നുള്ള ബോധമില്ല അവർക്ക്. മറ്റത്തുള്ളവരില്ലാട്ടോ. അവര് വയസ്സാവുമ്പോ കൊച്ചുങ്ങളെ പോലെയാണ്. എത്ര പേരാണെന്നറിയോ ഉഷാർക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ചിലരോട് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബ്രദർ പറഞ്ഞില്ലേ ഇന്ന് പുകഴ്ചയുടെ, കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ്. സഭ ഇന്ന് കൊണ്ടാടുന്നു കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. കൊരിന്തോസുകാർക്ക് 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം എടുത്ത് വായിച്ച്. 1 കൊരിന്തോസ് 1:18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം ഇങ്ങനെ നേരെയായിട്ടുള്ളതിനെ എതിരാക്കുന്നതാണ് കുരിശ്. നേർവര അതിനെ വിപരീതമാക്കുക. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് നല്ല കാര്യങ്ങള്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, എല്ലാം നിറവ്, എല്ലാം ഉണ്ട്, എല്ലാമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിനൊന്ന് തട്ടിക്കളയും, അതിനൊന്ന് മാറ്റിക്കളയാം, അതിനൊന്ന് നീക്കിക്കളയാം. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കൃപയിൽ വന്നവർക്ക്, ആ സ്നേഹം അനുഭവിച്ചവർക്ക്, ആ തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നവർക്ക്, കർത്താവിന്റെ സ്നേഹത്തിൽ ഈശോയെ മുന്നോട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നവർക്ക് കുരിശ് രക്ഷിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. അനുദിന ജീവിതത്തില് കുരിശുണ്ട് ഇല്ലേ? കുരിശ് അനുദിന ജീവിതത്തില് എവിടുന്നും പൊട്ടി വീഴുന്നതൊന്നുമല്ല, ആരും കൊണ്ടുവന്ന് തരുന്നതൊന്നുമല്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഓരോ വേദന, ദുഃഖം, സങ്കടം, രോഗം, അസ്വസ്ഥത, പ്രശ്നങ്ങള് നമ്മുടെ ജീവിതത്തിൽ കുരിശാണ്. ആ കുരിശ് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ നിറയും. ഈശോയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയും. ആ കുരിശിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഇതെന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്, എൻ്റെ കർത്താവ് തരുന്നതാണ്. ആ ബോധ്യത്തോടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വേദനകളെല്ലാം അനുഗ്രഹങ്ങളായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പാടാം.
കുരിശേ നമിച്ചിടുന്നു. കർത്താവിന്റെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ക്ഷമയോടെ സ്വീകരിക്കണമെന്നവരുടെ കുരിശേ തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശേ പുൽകിടുന്നു. കുരിശേ തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശേ പുൽകിടുന്നു. ഒരു വേറ്റു പിഴയും മേനിയെ കുരിശോട് ചേർത്തിടുന്നു. ഒരു വേറ്റു പിഴയും മേനിയെ കുരിശോട് ചേർത്തിടുന്നു. കുരിശാനു രക്ഷ, കുരിശിനാനു രക്ഷ, കുരിശ് അടിക്കടി അധപ്പതിക്കും. നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഭർത്താവിന്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പാപം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഉഷാറായിട്ടിരിക്കണ നമ്മളിൽ കുറെ പേര്, ഇത്ര പേരുള്ളൂ, ഇതിൽ കുറെ പേര് ദുഃഖത്തിലാണ്. ഉള്ളിൽ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥതയാണ്. ആരോടും പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അത് പ്രശ്നമാവും, എന്നാൽ പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ ഉണ്ട്. മനസ്സിൽ ദുഃഖം വെച്ചുകൊണ്ട് നടന്ന എന്താ ഉണ്ടാവുക? മനസ്സ് തളരും. മനസ്സ് തളർന്നാൽ ശരീരവും തളരും. പീഡിപ്പിക്കുകയോ അടുത്തത് ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ഒരു പ്രയോജനമില്ല. ഈ ഉള്ളിൽ ഇങ്ങനെ ദുഃഖം വെച്ച് വിഷമിച്ച് വേദനിച്ച് അസ്വസ്ഥപ്പെട്ട് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ അത് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുക, നമ്മിന്റെ നന്മകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. ദുഃഖങ്ങളും എല്ലാ അവസ്ഥകളും ഏറ്റെടുക്കണമേ, ശക്തിപ്പെടുത്തണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രാസംഗികൻ 12:1. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. സഭാപ്രാസംഗികൻ 12:1. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുണ്ട്. ചിലര് കർത്താവ് ഒറ്റപ്പെടുത്തും. എന്തിനാ നിന്നെ ഒറ്റപ്പെടുത്തി? എന്തിനാ നിന്നെ ഒറ്റയ്ക്കാക്കിയ? നിന്റെ കർത്താവിന് വേണം. ചിലർ കർത്താവ് സഹനങ്ങളിലൂടെ നയിക്കും, വേദനകളിലൂടെ നയിക്കും. അങ്ങനെ തന്നാലേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി അറിയൂ, ജീവൻ അറിയൂ, സ്നേഹം അറിയൂ, കൃപകൾ ഒഴുകൂ, അനുഗ്രഹങ്ങൾ വർഷിക്കൂ. അത് നിന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കും. ഞങ്ങളതിനു വേണ്ടി ജീവിക്കാൻ ദൈവം ഒരുക്കും. കർത്താവിന് വേണ്ടി ജീവിച്ച മകനും മകളും കർത്താവിന് വേണ്ടി മാത്രമല്ല, ദൈവത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പാഴായിപ്പോളിന്റെ പറക്കുന്ന ചെറുകിന്റെ നഖത്തിന്റെ ഇടയിൽ ഒരു ചെറിയ നൂല് കുരുങ്ങിയാൽ മതി, അതിന് പറക്കാൻ പറ്റും. ഇതുപോലെ മനുഷ്യനും അവന്റെ സമയം അറിയില്ല, അജ്ഞാതമാണ്. മത്സ്യം വലയിൽ പെടുന്നത് പോലെയും പക്ഷി കുരുങ്ങിൽ കുരുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത സമയത്ത് മനുഷ്യ മക്കളെ കൊടുക്കും. 3-ാമത്തെ തിരുവചനം, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവേ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കും. വചനം കേട്ടുപോയിട്ട് ഇപ്പൊ നീ ഇത്ര സമയം ഇവിടെ വചനം കേട്ടപ്പിക്ക് നിനക്ക് സമാധാനം ഇല്ലേ?
അപ്പൊ നീ ഒരു 3 ദിവസം 5 ദിവസം പോയി ധ്യാനം കൂട്. ലീവ് കിട്ടില്ല ചേച്ചിയെ. ഞാൻ പറഞ്ഞ എപ്പ കിട്ടി അപ്പ നീ പോയിക്കോളാം. എന്നിട്ട് വിളിച്ചിരിക്കുക, ചേച്ചി എനിക്ക് വെള്ളി ശരി ഞായർ ഒഴിവുണ്ട്, എവിടെയാ 3 ദിവസം ധ്യാനമുള്ള, എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ച് പറഞ്ഞാൽ ഞാൻ ധ്യാനത്തിന് പോവാം. ഒരു കൊന്ത മുഴുവൻ ഓരോ മണിയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും ആമേൻ. അതൊരു മണി. രണ്ടാമത്തെ മണി. അങ്ങനെ ഒരു കൊന്ത മുഴുവൻ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവം മഹത്വപ്പെടുക. അപ്പൊ ആ ത്രിത്വൈക ദൈവം മഹത്വപ്പെടുമ്പോ ആരാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? അവരുടെ ഏത് പ്രശ്നമാണോ, കീറാമുട്ടി പ്രശ്നം, മാറാരോഗം, വേദനിക്കുന്ന അവസ്ഥ, അതെല്ലാം കർത്താവ് ഏറ്റെടുക്കും. എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്. ആ കുടുംബം യേശുവിന്റെ കുരിശുമായിട്ട് ഒരു പിതാവ്, ആ കുടുംബത്തിലെ പിതാവ് ആ കുരിശു വഹിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം മുന്നോട്ട് പോയപ്പോൾ ആ കുടുംബത്തിലേക്ക് യേശുവിന്റെ കരസ്പർശം ഉണ്ടാവുകയും ആ കുടുംബം മുഴുവൻ പിന്നെ തന്റെ പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നതാണ് പിന്നീടുള്ള കാലങ്ങളിലെ ചരിത്രം രേഖപ്പെടുത്തുക. ആർക്ക് വേണ്ടിയോടെ? അതിന് അനുകൂലമായ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നില്ല കുരിശുകൾ തരും. ഇതിന് നമ്മൾ വളരാൻ അനുകൂലമായത്, തളരാതിരിക്കാനുള്ളത്, ജീവൻ പ്രാപിക്കാനുള്ളത്, ഈശോയ്ക്ക് വേണ്ടി ഓടാനുള്ളത് നമുക്ക് കിട്ടും. പണ്ടെന്ന് പറഞ്ഞാൽ മഡോണ ധ്യാനകേന്ദ്രത്തില് ധ്യാനമൊക്കെ തുടങ്ങി കുറെ നാള് എന്റെ ജീവിതത്തിൽ ഒരു 10-25 വർഷമായിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അപ്പച്ചൻ ക്ഷമിച്ചോ, ദൈവം അപ്പച്ചനെ അനുഗ്രഹിക്കും. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അപ്പച്ചൻ പറഞ്ഞു, മോള് പറയുണ്ടായിരുന്നു ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ക്ഷമിക്കാൻ. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞ ആ പള്ളിയിൽ പോയിരുന്ന ചാപ്പലുണ്ടായിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിരുന്ന ആ കുരിശിലേക്ക് നോക്കിയിരിക്കും. എന്നിട്ട് നമ്മൾ അനുഭവിച്ച വേദനകളൊക്കെ ഓർത്ത് നന്ദി സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് മനസ്സിന് ദൈവം പ്രേരണ തരും എന്താ ചെയ്യുന്നത്. അപ്പച്ചൻ ആ കുരിശിലേക്ക് നോക്കി കുത്തി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഓരോ വേദനകൾ ഓർത്ത് കൂട്ടുകാർക്ക് മുൻപിൽ വെച്ച് മക്കൾ കളിയാക്കണതും നാണം കെടുക്കുന്നതും ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞതും മോളുടെ വീട്ടിൽ ചെന്ന് മരുമോനെ ഇറങ്ങാൻ പറഞ്ഞതും എല്ലാം ഓർത്ത് കരഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഈശോ എന്നോട് പറഞ്ഞു ക്ഷമിക്കാം, ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചില്ലേ, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, നീ എൻ്റെ മോന, ഞാൻ നിന്റെ കൂടിയില്ല, ഞാൻ നിന്നെ കൈവിടില്ല, നീ കൂടിയിരുന്ന മക്കളോട് ക്ഷമിച്ചോ, എടുത്തു കൊടുക്കണം. അങ്ങനെ പ്രായമാകും തോറും മക്കൾക്ക് പോലും മാതാപിതാക്കളെ ഇന്ന് അത് വലിയ വേദനയാണ്, അത് സഹിക്കാൻ പറ്റാത്ത ദുഃഖ. എവിടെയും പോകുക, എന്താ ചെയ്യാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചിലരുണ്ടല്ലോ ദൈവകൃപയില് വളർന്ന് ദൈവകൃപയിൽ ജീവിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നവര്, അവര് അപ്പനമ്മ എത്ര ശല്യായാലും വിടില്ല, അവര് വിടില്ല.
ഋഷിയെ നമുക്ക് സമർപ്പിക്കാം. ഇസ്രായേലിനെയും ഭാരതത്തിനെയും അയൽരാജ്യം ഈ സമയം വരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാം. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി നമ്മെ എല്ലാ കാര്യങ്ങളും നമ്മെ സഹായിക്കുകയും നമുക്ക് ഇതിനു വേണ്ടി അനുവാദം തരികയും വികാരിയച്ഛനും കൊച്ചച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന ജയ്സന് എന്നെ പ്രത്യേകം സമർപ്പിച്ചതോട് നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി ഇന്ന് ഗാനങ്ങൾ ആലപിച്ച വിൻസെന്റ് ചേട്ടനെയും നമ്മുടെ ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം നന്ദി പറയാം. നാളെ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നതല്ല, ഇടവപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. നാളത്തെ 3 മണി മുതൽ 5 മണി വരെയുള്ള ഇടവപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മ നമുക്ക് നാളെ ഉണ്ടായിരിക്കുകയില്ല. താങ്ക് യു.